അഞ്ചാമത്തെ സ്കിൽ എന്ന് പറയുന്നത് വിഷനിങ് സ്കില്ലാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് സ്വപ്നം കാണാൻ പഠിക്കണം എന്നുള്ളത്. സത്യത്തില് സ്വപ്നം കാണാനല്ല പഠിക്കേണ്ടത്. സ്വപ്നങ്ങൾ നമുക്ക് പകുതി ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മങ്ങിപ്പോവും. നമ്മൾ ചെയ്യേണ്ടത് വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. പല ആളുകളും പറയാറുണ്ട് എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ലൈഫിലൊരു ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ലൈഫിന് ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിന്റെ ആ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ലൈഫിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഒരു വിഷ്വൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്തിട്ടൊന്നെങ്കിൽ ഫോണിന്റെ വാൾപേപ്പർ ആക്കാം, അല്ലെങ്കിൽ അത് ഒട്ടിച്ചു വെക്കാൻ വീട്ടിൽ, ഇങ്ങനെ പല പരിപാടികളുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് കാണും തോറും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ത്വര നല്ല രീതിയിൽ കൂടും. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. നമുക്കൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ടേക്ക് നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും അതിലെ പണം എങ്ങനെ സേവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരികയും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു സ്കില്ല് ഇന്ന് ലൈഫിൽ വിജയിച്ച പല ആളുകളും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇൻസ്പയർ ആവും, നമുക്കൊരു മോട്ടിവേഷൻ എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. ഇന്ന് വിജയിച്ച എല്ലാ ആളുകളെയും എടുത്തു നോക്കിയാൽ പല ആളുകളും ഇത് ചെയ്തിട്ടുള്ള ആളുകളാണ്.